ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് ആ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമല്ലോ, എങ്ങോട്ടാണ് കോള് പോയെന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ മോഡേൺ ഹോട്ടലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറ് പറഞ്ഞ ശരി തന്നെയാണ്. ഈ എക്സ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഈ ഡേവിഡിൻ്റെ കോള് ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. അതും മോഡേൺ ഹോട്ടലിലേക്കാണ് പോയിരിക്കുന്നത്. അതാണ് ഇനി ആരാണെന്ന് കണ്ടെത്തേണ്ടത്. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ അല്ലേ? അപ്പോൾ ഈ മോഡേൺ ഹോട്ടലുമായിട്ട് ഇയാൾക്ക് നല്ലൊരു ബന്ധമുണ്ടെന്ന് അർത്ഥം. അതേ സാറേ, ഇയാൾക്ക് നല്ലൊരു ബന്ധം തന്നെയുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നൊക്കെ അവിടെ സംസാരിക്കാം. ശരി, ഇനിയിപ്പോൾ ഏതായാലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയില്ല, പക്ഷേ ഓരോ നീക്കങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇനിയും അയാളുടെ കോള് ആരുടെ ഫോണിലേക്കാണ് പോകുന്നതെന്ന് കണ്ടെത്തണം. അത് പിന്നെ ഞാൻ ഏറ്റുവന്നേ. അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ ചെയ്തണം. പിന്നെ എനിക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കണം. എങ്ങനെയാണ് സാറേ ഉണ്ടാക്കേണ്ടത്? ഞാനിപ്പോൾ ഒരു പഞ്ചാബി വേഷത്തിലാണ് പോയിരിക്കുന്നത്. സിക്കന്ദർ എന്നാണ് പേര്. സ്ഥലവും അതേപോലെ തന്നെയാണ്. അങ്ങനെ സ്ഥലവും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദർശിന് വേണ്ടിയുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഇയാൾ. അങ്ങനെ ആദർശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡേവിഡ് നേരെ ഈ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പം നാഗേന്ദ്രൻ പറയുകയാണ്, എൻ്റെ മകൻ ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് ആ അനഘ. അപ്പം അതുകൊണ്ട് അനഘ ഇനി അവിടെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവളെ അങ്ങോട്ട് പൊക്കിയേരും, അവളെ അങ്ങോട്ട് തീർത്ത് തരും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അപ്പം അവളെ തട്ടിക്കളയല്ലേ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇവിടെ അവളെ ഓൾറെഡി തളർന്ന് കിടക്കണവളാണ്. അപ്പോൾ അവളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. പിന്നെ അവൾ ഇനിയും അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവറായി വരിക തന്നെ ചെയ്യും. ഇപ്പം അവൾ കുറച്ച് റിക്കവർ ആകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് തന്നെ അവളെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തീർത്ത് കളയണം. ഇനി ഒന്നും നോക്കണ്ടോ? പക്ഷേ സാറേ, അവിടെ തീർത്തത് കൊണ്ട് കാര്യമില്ല സാറേ, വേറൊരാളും കൂടി ഉണ്ടല്ലോ, ആ കൊച്ച് ചന്തുമോള്, അവളെയും കൂടി തീർത്താലല്ലേ ഇനി അഭിമോന് നല്ല സൂപ്പറായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. എടാ, അതൊരു ചെറിയ കൊച്ചല്ലേ, അതുകൊണ്ട് ആ കൊച്ചിൻ്റെ കാര്യം ഇപ്പോൾ തൽക്കാലം വിട്ടേര്. ഇപ്പോൾ അനഘയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അവളെക്കുറിച്ച് മാത്രം. അവൾ ഇനി ആ കട്ടിലേൽ ഇനി അധികം നാൾ കിടക്കണ്ട. അവൾക്കിട്ടുള്ള പണി എത്രയും പെട്ടെന്ന് കൊടുത്തേണം. പിന്നെ അല്ലാതെ സാറേ, നമ്മുടെ അഭിമോന് വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് ഞാൻ തയ്യാറാണ് സാറേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾക്കൊട്ടുള്ള പണി ഉടനെ തന്നെ എത്തും സാറേ. ഇനി അവൾ വായനക്കാൻ പോകുന്നില്ല, ഇനി റിക്കവറായിട്ട് ജീവിതത്തിലേക്ക് വരികയില്ല. അതിനുള്ള പണിയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നൊക്കെ ഇതിങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശരി, എങ്കിൽ പിന്നെ താൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോ, ചെല്ലേ താൻ വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പം നാഗേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ പല കണക്കൂട്ടലും വെക്കണം. അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, എൻ്റെ അഭിമോന് ഒരാപത്തും വരാനായിട്ട് പാടില്ല. അവനെ നല്ല അന്തസ്സോടു കൂടി തന്നെ ജീവിക്കണം എന്നാണ് ഈ തന്തയുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശാണെങ്കിൽ ഒരു പഞ്ചാബി വേഷത്തിലൊക്കെ വന്ന് നേരെ ആ ഒരു മോഡേൺ ഹോട്ടലിൻ്റെ മുന്നിലേക്ക് വന്ന് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഡേവിഡ് മോഡേൺ ഹോട്ടലിൻ്റെ താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇറങ്ങി വരുന്നുണ്ടെപ്പോഴേക്കും പഞ്ചാബി ഇങ്ങനെ നോക്കി നിൽക്കണ, ഇതാരിത് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. അല്ല സാർ ഇവിടെയാണോ സാർ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, ഞാനിവിടെയാണ്, എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ വരും, നല്ലൊരു ഹോട്ടലാണെന്നൊക്കെ ഡേവിഡ് പറയുകയാണ്. ആണോ സാർ, ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണോ? എന്നെ വിളിച്ചിട്ട് വരായിരുന്നില്ലേ? ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. സാറിനെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂട്ട് വരുമായിരുന്നല്ലോ. ഓ, അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണെന്നൊക്കെ എനിക്കറിയാം. സാറിന് അറിയാവോ? സാർ അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ വന്നിട്ടുണ്ടോ? പിന്നെ അല്ലാതെ, ഞാൻ ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടെന്നോ? ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാവോ? അല്ല, ഡേവിഡ് സാർ ഇവിടെയാണോ തങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അങ്ങനെയൊന്നും തങ്ങിയൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കണം. പിന്നെ ആ മാളവിക എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, ആ അടിപൊളി ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സാറേ. സാറിന് വേണമെങ്കിൽ മാളവികയെ കുറച്ച് ദിവസം അങ്ങോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഡിസൈനൊക്കെ നിങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ മതിയെന്നേ, എനിക്കിപ്പോൾ മാളവികയെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്.
അപ്പോൾ ഈ പഞ്ചാബി പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഡേവിഡ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കുക. അങ്ങനെ ഡേവിഡ് പറയുകയാണ്, എങ്കിൽ പിന്നെ കാണാം, സാറ് പോയി ഭക്ഷണം കഴിച്ചോളൂ, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് നേരെ ആ റിസപ്ഷൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ്, അതെ എനിക്ക് ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും റൂമുകളും കാര്യങ്ങളുടെ ബ്രോഷർ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അതെല്ലാം കാണിച്ചു കൊടുത്തതെല്ലാം നോക്കുകയാണ്. അതെ, അപ്പോൾ ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ, സാർ ഇവിടെ ഡ്രിങ്ക്സ് കിട്ടില്ല സാർ, പിന്നെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളത് കുടിക്കാനുള്ള അനുവാദമൊക്കെ കൊടുക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. ഓ, ഞാൻ ഈ ഹോട്ടലിനെ കുറിച്ച് നല്ല രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്, നല്ല റേറ്റിംഗ് ആണല്ലേ ഹോട്ടലിന്? അതെ സാർ, നല്ല റേറ്റിംഗ് തന്നെയാണ്, ഇതൊരിക്കലും പിന്നോട്ട് പോയിട്ടേയില്ല. ഓ, വളരെ നല്ല കാര്യം. ഫുഡും കാര്യങ്ങളൊക്കെ അതെല്ലാം റെഡിയാണ് സാർ, അടിപൊളി ഫുഡ് തന്നെയാണ്. അടിപൊളി ഫുഡാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഹോട്ടലിൽ തേടി വന്നത്. ഇപ്പോൾ പോയ ആ സാറില്ലേ, ഡേവിഡ് സാറ്, ആ സാറിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ആണോ സാർ, ഡേവിഡ് സാറിൻ്റെ ഫ്രണ്ടാണോ? എങ്കിൽ പിന്നെ അത് നേരത്തെ പറയണ്ടേ സാർ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സാറിന് എല്ലാ രീതിയിലും കൺസ്ട്രക്ഷൻ ഞങ്ങൾ തന്നാനേ സാർ. സാറിനത് പറയായിരുന്നില്ലേ? ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ഹോട്ടലിൽ വരാറുണ്ടല്ലേ? വരാറുണ്ട് സാർ. അല്ല, സാർ ഇവിടെ റൂമെടുത്ത് താമസിക്കാറുണ്ടോ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക്, എപ്പോഴും ഇല്ല സാർ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുമുണ്ട് എന്നിങ്ങനെ പറയണം. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ റൂം ഉടനെ തന്നെ എടുത്തോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പഞ്ചാബി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ പഞ്ചാബിൽ നിന്ന് നമ്മുടെ ആദർശ് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. അപ്പോൾ അയാൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ, അയാൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അന്വേഷിച്ചെടുക്കുന്ന ആ ഒരു എവിഡൻസ് ഇവിടെ തന്നെയാണുള്ളത്. യഥാർത്ഥ കുറ്റവാളി ഇവിടെ തന്നെ. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് കളിച്ചതെന്ന് ഇനി ആ ഒരു ഇത് കണ്ടെത്തിയാൽ മാത്രമേ മനസ്സിലാകുള്ളെന്നും ഇങ്ങനെ തിരിച്ചറിയുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങിയ വണ്ടിയിൽ കയറി പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കുറേ ഗുണ്ടകളെയാണ്. കുറേ ഗുണ്ടകൾ നമ്മുടെ അനഘയുടെ വീട്ടിലേക്ക് കയറി വരിക. അനഘയുടെ വീട്ടിലേക്ക് കയറുന്നപ്പോഴും അവിടുത്തെ വേലക്കാരി ഓടി വന്നിട്ട് ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക്, മാറി നിൽക്കടിയ അവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഈ വേലക്കാരിയെ തള്ളി താഴെയിട്ട് അനഘ കിടന്നേച്ച റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനഘയെ കാണാനില്ല. അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ കലി വരികയാണ്. അപ്പോൾ ഈ വേലക്കാരി ഓടി വന്നിട്ട്, എന്താ സാർ നിങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഇവിടെ കിടന്നേച്ച ആളെവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, എനിക്കറിയില്ല സാർ, കാരണം കുറച്ച് മുമ്പ് കുറേ ആൾക്കാർ വന്ന് അനഘമോളെ എങ്ങോട്ടോ എടുത്തുകൊണ്ട് പോയി, എന്നെ കുറേ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു. എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവരൊരു അക്ഷരം പോലും മിണ്ടിയില്ല. ഓ, നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ വേലക്കാരുടെ കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ് ഇവിടെ ഈ ഗുണ്ടകൾ ചെയ്യുന്നത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാനിതിൽ നിരപരാധിയാണ്, അനഘയെ എങ്ങോട്ട് കൊണ്ടുപോയെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഈ ഗുണ്ടകൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ ഒരു കാഴ്ച കാണുകയാണ് ഫോണിൽ. കാരണം ഫോണിൽ അനഘയുടെ വീട്ടിൽ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അനഘയുടെ വീട്ടിൽ നിന്ന് കുറേ ഗുണ്ടകൾ ഇറങ്ങുന്ന സീനാണ് നമ്മുടെ നന്ദു കാണുന്നത്. ഇത് കണ്ട നന്ദുവിനെ പിന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നന്ദു പോലീസുകാരെ വിളിക്കുകയാണ്, നമുക്ക് ഇന്ന സ്ഥലം വരെ പോകണം, അവിടെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം, അനഘയുടെ വീട്ടിൽ കുറേ ഗുണ്ടകൾ കയറിയിട്ടുണ്ട്, ആക്രമണം തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയാണ്. പക്ഷേ നമ്മുടെ അനഘയാണെങ്കിൽ ആദർശിൻ്റെയും അതേപോലെ തന്നെ നയനയുടെയും കയ്യിൽ ഭയങ്കര സേഫാണ്. അപ്പോൾ അനഘയെ തലോടിക്കൊണ്ടിരിക്കുകയാണ് നയന ചെയ്യുന്നത്. അപ്പോൾ അനഘയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുന്നു, കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അനഘയെ, നീ ഒരിക്കൽ കാരണവശാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇപ്പോഴേ റിക്കവറായിട്ട് വരുന്നുണ്ട്, കയ്യൊക്കെ അനക്കാൻ തുടങ്ങി ആദർശേട്ടാ, ഏതായാലും നന്നായി, ഇതിന് പിന്നിൽ അവൻ തന്നെയായിരിക്കും, അഭി തന്നെയായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ് നമ്മുടെ അനഘയ്ക്ക്. പക്ഷേ അവനെ ഓർത്തൊന്നും അനഘ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ മകളും അവിടെ സേഫായിരിക്കും, നീ ഞങ്ങളുടെ അടുത്തും സേഫായിരിക്കും, നിനക്ക് അപകടം വരാൻ പോകുന്നെന്ന് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് കിട്ടി, അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിന്നെ മാറ്റിയത്, ഇനി നീ ഇവിടെ സേഫായിരിക്കും എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ആ നവ്യ ഓരോ ദിവസം കഴിയും തോറും മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവളുടെ അമ്മയാണെങ്കിൽ നവ്യയോട് സത്യങ്ങൾ പറഞ്ഞെങ്കിലും അവളത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. ഇനി അവൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നീ എണീറ്റ് വന്ന്
നവിയോട് പറഞ്ഞാൽ മാത്രമേ നവീനെ അത് വിശ്വസിക്കുള്ളൂ. അവരുടെ അഹങ്കാരം അവസാനിപ്പിച്ച് കൊടുക്കണം. അഭി കുറച്ച് ഇപ്പോൾ ആശ്വാസത്തിലാണെങ്കിലും അവൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് ടെൻഷൻ. കാരണം നീ ഇനി റിക്കവറായിട്ട് വന്നിട്ട് സത്യങ്ങൾ മുഴുവനും എല്ലാവരോടും തുറന്നു പറയോ എന്നുള്ളൊരു പേടി അവൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു ഇത് നമുക്ക് അവസാനിപ്പിച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ അനഘയോട് പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദു ആണെങ്കിൽ നേരെ ആ ഒരു സ്പോട്ടിലെത്തിയിരിക്കണം. അപ്പോൾ ഈ ഗുണ്ടകൾ മുഴുവനും ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരുത്തം പറയണത്, എടാ പോലീസുകാർ വരുന്നുണ്ടല്ലോ, അവർ വരും അവർ പോകും, അതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടുന്നില്ല, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ പോലീസുകാരെല്ലാവരും കൂട്ടിയിട്ട് പിടിക്കടാ അവന്മാരെ എന്നൊക്കെ പറയണം. എണീക്കടാ. എന്തിനാണ് മാഡം ഞങ്ങൾ എണീക്കുന്നത്? ഞങ്ങളിവിടെ മാന്യ മര്യാദയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, പിന്നെ എന്തിനാണ് മാഡം ഞങ്ങൾ എണീറ്റ് മാറുന്നത്? ഹാ നിന്നോടൊക്കെ മര്യാദ രൂപത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അടി പിടി ഇടി ചവിട്ട് ഒക്കെയായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കണം. അങ്ങനെ നന്ദുവിൻ്റെയും കൈ ഇങ്ങനെ പിടിച്ച് കുറേ ഗുണ്ടകൾ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ ആദർശ് വന്ന് പട ആടി ആ ഗുണ്ടകൾക്കിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആദർശം നന്ദു ബാക്കിയുള്ള പോലീസുകാരും കൂടി കുറേ ഗുണ്ടകളെ ഇടിച്ച് നിരപ്പാക്കി നമ്മുടെ അനഘയുടെ വീട്ടിൽ കയറിയ 3-4 ഗുണ്ടകളെ പിടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ട് കൂനിച്ച് നിർത്തി ഇടിക്കുകയാണ്. പറയടാ, നിന്റെ പിന്നിൽ ആരാണ്? അനഘയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ആരാണ് കൊട്ടേഷൻ തന്നത്? പറയടാ, സത്യം പറയടാ എന്ന് പറയണ. എൻ്റെ പൊന്നു മേഡം, ഞങ്ങൾ പറയില്ല മേഡം. ഓ, നിങ്ങൾ പറയില്ലല്ലേ, ശരി. പക്ഷേ എനിക്കൊരു രീതിയുണ്ട്. ഈ സ്റ്റേഷനിലേക്ക് ഗുണ്ടകളെയോ തെറ്റ് ചെയ്തവരെയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത് വരെ എൻ്റെ കൈയുടെ തരിപ്പ് അങ്ങോട്ട് തീർക്കണം. അതുകൊണ്ട് നിങ്ങളെ കിട്ടി ഞാൻ അടിച്ച് നിരപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദു പിടിച്ചിട്ട് അടിക്കുക. എടാ ആ മുട്ടുസൂചി എടുത്തുകൊണ്ട് വന്നേ. അയ്യോ വേണ്ട മേഡം, മുട്ടുസൂചി എടുത്തുകൊണ്ട് വരണ്ട മേഡം. എങ്കിൽ പറയടാ, ഇതിന് പിന്നിൽ കളിച്ചത് ആരാടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മേഡം, ഞങ്ങൾ പറഞ്ഞാലും ആ സാറേന്നും പിടിക്കാനായിട്ട് പറ്റില്ല. ആ സാർ അത്രയ്ക്കും വലിയ പുള്ളി തന്നെയാണ്. ഓ അത് ശരി, പിടിക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും നീയൊക്കെ നിന്റെ വായിൽ നോക്കി സത്യം അറിയണം. ആ സത്യം മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളിയാൽ മതി. കൂടുതൽ വിശദീകരണമൊന്നും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറയണ സത്യം എന്താണെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞങ്ങൾക്ക് അനഘയെ തൂക്കാൻ കൊട്ടേഷൻ തന്നത് അത് ഡേവിഡാണ്. ഡേവിഡോ? അതെ, ഡേവിഡ് സാറാണ്. ഏത് ഡേവിഡ് സാറ്? ആ AN ജ്വല്ലറിയിലെ ഓണർ ഡേവിഡ് സാറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതെ മേഡം, ആ ഡേവിഡ് സാർ തന്നെയാണ്. എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചല്ലോടാ. നീയൊക്കെ പറയാൻ പോകുന്ന പേര് അഭിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് വമ്പൻ ട്വിസ്റ്റാണല്ലോടാ എൻ്റെ മുന്നിലേക്ക് തന്നിരിക്കുന്നത്. AN ജ്വല്ലറിയിലെ ഓണർ ഡേവിഡ് അല്ലേ? ശരി, ഓക്കെ, അവനെ ഞാൻ പൊക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഇറങ്ങി നേരെ ഡേവിഡിൻ്റെ കേബിളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഡേവിഡ് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഡേവിഡ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഒരു വിളി. ഡേവിഡ് നോക്കിയതും ഒന്ന് ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് മേഡം, മേഡമൊക്കെ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ വന്നതേ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനോ? എന്നെന്തിനാണ് മേഡം അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അതാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ കൊട്ടേഷൻ കൊടുത്തത്? അനഘയോ? ഏതനഘ? എവിടുത്തെ അനഘ? മേഡം എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആരെയും തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു കൊട്ടേഷനും കൊടുത്തിട്ടില്ല. മേഡം അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത്. ആഹാ, അത് കൊള്ളാം. താനല്ലേടോ അനാവശ്യം കാട്ടിയത്? എടോ, തന്നെക്കുറിച്ചുള്ള തെളിവുകളെല്ലാം താൻ വിട്ട ആളെ പിടിച്ച് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി താൻ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലടോ. ഓ എൻ്റെ പൊന്നു മേഡം, ഈ CI എന്ന് പറഞ്ഞൊരു പദവിയില്ലേ, അത് ഏറ്റവും വലിയ പദവിയായിട്ടൊന്നും കണക്ക് കൂട്ടരുത് എൻ്റെ മേഡം. അതിനേക്കാളും വലിയ പദവികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. താൻ എന്ത് കണ്ടെന്നാണോ പറയുന്നത്? താനേ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നേക്കണം. അയ്യോ മേഡം, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മേഡം ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ തന്നെ അങ്ങോട്ട് വന്നാനായിരുന്നല്ലോ. അയ്യോ, തൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. താനേ വന്ന് കയറാൻ നോക്കണോ എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും പെട്ടെന്ന് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ആ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സാർ, ഓക്കെ സാർ, ശരി സാർ, ഇല്ല സാർ ഞാൻ ചെയ്യില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. എന്താ നന്ദു മേഡം, മേഡത്തിന് എന്താ എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? ഹെടോ, ഈ പ്രാവശ്യത്തേക്ക് താൻ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ പിന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞാൽ പിന്നോട്ട് പോകില്ല. തന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ. ഇപ്പോൾ ഞാൻ ഏതായാലും പോകുന്നു. മേഡം പോയാട്ടെ.
ഇപ്പം മനസ്സിലായല്ലോ, ഈ ഡേവിഡിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ നിസ്സാരക്കാരനല്ല. കാരണം ഇവൻ്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ഇവൻ എന്തിനു വേണ്ടി അനഘയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് വരണം? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇവനും അനഘയും തമ്മിൽ എന്താണ് ബന്ധം? ഇത് നമ്മുടെ നന്ദുവിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.